collisions. Collisions രണ്ട് ടൈപ്പ് ഉണ്ട്. Elastic collision and inelastic collisions. Collisions in which both momentum and kinetic energy are conserved are called elastic collision. മൊമെൻറ്റവും കൺസർവ് ചെയ്യണം, കൈനറ്റിക് എനർജിയും കൺസർവ് ചെയ്യണം. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ ഇലാസ്റ്റിക് കൊളിഷൻ എന്ന് പറയുക. വേറെ മൊമെൻറ്റം മാത്രം കൺസർവ് ചെയ്യുകയും കൈനറ്റിക് എനർജി അവിടെ കൺസർവ് ചെയ്യാതിരിക്കുക. കൈനറ്റിക് എനർജി കൺസർവ് ചെയ്യാതിരിക്കുക എന്ന് പറഞ്ഞാൽ എനർജി ബിഫോർ കൊളിഷൻ ഇസ് നോട്ട് ഈക്വൽ ടു എനർജി ആഫ്റ്റർ കൊളിഷൻ. അങ്ങനെയുള്ള കണ്ടീഷനിൽ വി കോൾ ഇറ്റ് ആസ് ഇൻഇലാസ്റ്റിക് കൊളിഷൻ. ഇപ്പോൾ ഇലാസ്റ്റിക് കൊളിഷന് എക്സാമ്പിൾ എന്ന് പറയുന്നത് കൊളിഷൻ ബിറ്റ്വീൻ സബ് അറ്റോമിക് പാർട്ടിക്കിൾ. നമ്മൾ റിയൽ ലൈഫ് സിറ്റുവേഷനിൽ ഏത് കൊളിഷൻ എടുത്താലും ദാറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ ഇൻഇലാസ്റ്റിക് കൊളിഷൻ. ഓക്കെ, ഇവിടെ നമ്മൾ പഠിക്കുന്നത് ഇലാസ്റ്റിക് കൊളിഷൻ ഇൻ വൺ ഡയമെൻഷൻ ആണ്. വൺ ഡയമെൻഷൻ എന്താണെന്ന് നമുക്കറിയാം അല്ലേ? മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. ഇലാസ്റ്റിക് കൊളിഷൻ എന്താണെന്ന് ഇപ്പോൾ നമ്മൾ പഠിച്ചു. മൊമെൻറ്റവും കൈനറ്റിക് എനർജിയും കൺസേർവ് ആയിട്ടുള്ള കൊളിഷൻ. Let us imagine A and B as two objects with mass m1 and m2. They are moving with velocities u1 and u2. Let they collide with each other. അതാണ് എ ബി അടുപ്പിച്ച് വരച്ചേക്കുന്നത്. After collision, imagine that അതിൻ്റെ മാസിന് ചേഞ്ച് ഒന്നുമില്ല, m1 m2. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇലാസ്റ്റിക് കൊളിഷൻ കൺസിഡർ ചെയ്യാനും പറ്റത്തുള്ളൂ. കൈനറ്റിക് എനർജി കൺസേർവ് ചെയ്ത് കിട്ടണമെങ്കിൽ മാസിന് ചേഞ്ച് വരാൻ പാടില്ല. m1 and m2 മൂവിങ് വിത്ത് വെലോസിറ്റീസ്. അപ്പോൾ അത് ഫൈനൽ വെലോസിറ്റി ആയതുകൊണ്ട് v1 v2 എന്ന് എടുത്തു. നോക്കിക്കേ, ഇപ്പം നമ്മൾ ഇങ്ങനെ ഒരു ഡിവിഷൻ കൊടുത്താൽ ഇത് കൊളിഷൻ, എയും ബിയും കൂടെ അടുത്തിരിക്കുന്ന ടൈം എന്ന് പറയുന്നത് അറ്റ് ദ ടൈം ഓഫ് കൊളിഷൻ. അറ്റ് ദ ടൈം ഓഫ് കൊളിഷൻ്റെ ലെഫ്റ്റ് സൈഡിൽ ബിഫോർ കൊളിഷൻ എന്നും വിളിക്കാം, റൈറ്റ് സൈഡിൽ ആഫ്റ്റർ കൊളിഷൻ എന്നും വിളിക്കാം. ഇത് വെച്ചിട്ട് യു ഹാവ് ടു ഡിറൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ v1 ആൻഡ് v2. v1ൻ്റെയും v2ൻ്റെയും ഇക്വേഷൻ ഡിറൈവ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ജോലി. ബൈ അപ്ലൈയിങ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം ആൻഡ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. കാരണം ഇത് രണ്ടും കൺസേർവ്ഡ് ആണ് ഇലാസ്റ്റിക് കൊളിഷനിൽ. അപ്പം നമുക്ക് ഓരോന്നായിട്ട് ഡിറൈവ് ചെയ്തെടുക്കാം. ബൈ അപ്ലൈയിങ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം നമുക്കറിയാം എന്താണ്? ടോട്ടൽ മൊമെൻറ്റം ആഫ്റ്റർ കൊളിഷൻ ഈസ് ഈക്വൽ ടു ടോട്ടൽ മൊമെൻറ്റം ബിഫോർ കൊളിഷൻ. ആഫ്റ്റർ കൊളിഷൻ മാസിന് വ്യത്യാസമൊന്നും വരുന്നില്ല, വെലോസിറ്റിയാണ് മാറുന്നത്. m1 v1 മൊമെൻറ്റം എന്ന് പറയുന്നത് പ്രോഡക്റ്റ് ഓഫ് മാസ് ആൻഡ് വെലോസിറ്റിയാണ്. ടോട്ടൽ മൊമെൻറ്റം എന്ന് പറയുമ്പം രണ്ട് ബോഡീസിൻ്റെയും കൂടെ വരണം. m1 v1 പ്ലസ് m2 v2 ഇസ് ഈക്വൽ ടു, ബിഫോർ കൊളിഷനിൽ ഒറ്റ വ്യത്യാസമേ ഉള്ളൂ, വെലോസിറ്റീസ് ആർ u1 ആൻഡ് u2. m1 u1 പ്ലസ് m2 u2. ഓക്കെ, ഇതിനെ നമുക്ക് ഇക്വേഷൻ നമ്പർ 1 എന്ന് വിളിക്കാം. ഒന്ന് റീഅറേഞ്ച് ചെയ്തൊന്ന് എഴുതി നോക്കാം. റൈറ്റ് ഹാൻഡ് സൈഡിൽ കിടക്കുന്ന ഈ m1 u1 എന്ന് പറയുന്ന ടേമിനെ ഇപ്പുറത്തോട്ട് കൊണ്ടുവരികയും ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കിടക്കുന്ന സെക്കൻഡ് ഒബ്ജക്റ്റ് ബി ഒബ്ജക്റ്റിൻ്റെ മാസമായ m2 v2നെ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുപോയി ഒന്ന് റീഅറേഞ്ച് ചെയ്തെഴുതാം. സോ യു ഗെറ്റ് m1 v1 ഇതിപ്പുറത്ത് വരുമ്പോൾ മൈനസ് m1 u1 is equal to m2 u2 minus m2 v2. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി നമുക്ക് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് കൈനറ്റിക് എനർജി ഒന്ന് അപ്ലൈ ചെയ്യാം. എനർജി ദാറ്റ് ഈസ് ടോട്ടൽ എനർജി ആഫ്റ്റർ കൊളിഷൻ ഇസ് ഈക്വൽ ടു ടോട്ടൽ എനർജി ബിഫോർ കൊളിഷൻ. ഇതുപോലെ തന്നെ കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം എഴുതിയ പോലെ തന്നെ കൺസർവേഷൻ ഓഫ് എനർജി എഴുതാം. കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ നമുക്കറിയാം, ഹാഫ് m v² ആണ്.
ആഫ്റ്റർ കൊളിഷനിൽ v1 സ്ക്വയർ പ്ലസ് ബി ഒബ്ജക്റ്റിൻ്റെ ഹാഫ് m2 v2 സ്ക്വയർ is equal to half m1 u1 square plus half m2 u2 square. ഇതിനെ നമുക്ക് ഇക്വേഷൻ നമ്പർ 2 എന്ന് വിളിക്കാം. ഓക്കെ, ഇനി മറ്റത് എഴുതി വന്ന പോലെ തന്നെ ഇതിനെ നമുക്ക് റീഅറേഞ്ച് ചെയ്ത് m1ൻ്റെ ടേമിനെ ഇപ്പുറത്ത് എത്തിക്കുകയും m2ൻ്റെ ടേംസിനെ അപ്പുറത്ത് കൊണ്ടുവരികയും ചെയ്ത് നോക്കാം. എന്ത് കിട്ടും? ഹാഫ് m1 v1 സ്ക്വയർ മൈനസ് ഹാഫ് m1 u1 സ്ക്വയർ is equal to ഹാഫ് m2, ഇവിടെ പോസിറ്റീവായിട്ട് കിടക്കുന്ന ടേം v2 സ്ക്വയർ മൈനസ് ഹാഫ് m2 ഇത് u2 സ്ക്വയർ ആണല്ലേ. തിരിഞ്ഞു പോവല്ലേ, വിയും യുവും തമ്മിൽ. u2 സ്ക്വയർ മൈനസ് ഹാഫ് m v2 സ്ക്വയർ. ഇവിടെ നമുക്ക് ഹാഫ് m1 കോമൺ എടുക്കാം ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ. റൈറ്റ് ഹാൻഡ് സൈഡിൽ ഹാഫ് m2 കോമൺ എടുക്കാം. അപ്പോൾ നമുക്കതൊന്ന് കോമൺ എടുത്ത് എഴുതി നോക്കാം. എഴുതി നോക്കുമ്പോൾ ഇവിടെ ഹാഫ് m1 കോമൺ ആയിട്ട് വരുന്നു. എന്താ വരിക? ഹാഫ് m1 v1 സ്ക്വയർ മൈനസ് u1 സ്ക്വയർ അല്ലേ, ഇസ് ഈക്വൽ ടു, ഇവിടെ നമ്മൾ ഹാഫ് m2 കോമൺ ആക്കി എടുത്ത് എഴുതുമ്പോൾ എങ്ങനെയാണ് വരിക എന്ന് നോക്കിയേ. ഹാഫ് m2 u2 സ്ക്വയർ മൈനസ് v2 സ്ക്വയർ ആണല്ലോ. ഹാഫും ഹാഫും രണ്ട് സൈഡിൽ നിന്നും, ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നിന്നും റൈറ്റ് ഹാൻഡ് സൈഡിൽ നിന്നും കോമൺ ആയിട്ട് പോകുന്നു. പിന്നെ കിടക്കുന്ന ഈ ടേം, ബ്രാക്കറ്റിനകത്ത് കിടക്കുന്ന ഈ ടേം എ സ്ക്വയർ മൈനസ് ബി സ്ക്വയറിൻ്റെ എക്സ്പാൻഷനാണ്. ശരിയല്ലേ? v1 സ്ക്വയർ മൈനസ് u1 സ്ക്വയർ. എന്താണ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ആണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷനെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? ഈ v1 സ്ക്വയർ മൈനസ് u1 സ്ക്വയറിനെയും റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള u2 സ്ക്വയർ മൈനസ് v2 സ്ക്വയറിനെ എങ്ങനെ മാറ്റി എഴുതാം? ഈ ടേം ഒന്ന് മാറ്റി എഴുതി കൊടുത്ത് നോക്കാം. m1 ഇൻറ്റു v1 മൈനസ് u1 ഇൻറ്റു v1 പ്ലസ് u1 ഇസ് ഈക്വൽ ടു എന്ത് വരും? ഇവിടെ മറ്റേത് എക്സ്പാൻഡ് ചെയ്ത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എക്സ്പാൻഡ് ചെയ്ത പോലെ തന്നെ എക്സ്പാൻഡ് ചെയ്ത് എഴുതാം. ഇസ് ഈക്വൽ ടു, താഴോട്ട് എഴുതാം, m2 ഇൻറ്റു u2 മൈനസ് v2 ഇൻറ്റു u2 പ്ലസ് v2. ഓക്കെ, അപ്പം നമുക്ക് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം വെച്ചിട്ടും ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി വെച്ചിട്ടും രണ്ട് സിമ്പിൾ ഇക്വേഷൻസ് കിട്ടി. ഈ ഇക്വേഷനെ ഇക്വേഷൻ നമ്പർ 3 എന്ന, ഇതിനെ ഒന്നുകൂടെ റീഅറേഞ്ച് ചെയ്ത് എഴുതാം അല്ലേ? മറ്റേടത്ത് എഴുതിയ പോലെ തന്നെ m1ൻ്റെ ടേംസ് ഇവിടെ കോമൺ എടുക്കാം, m2ൻ്റെ ടേംസ് റൈറ്റ് ഹാൻഡ് സൈഡിൽ കോമൺ എടുക്കാം. അപ്പം ഇവിടെ m1 കോമൺ എടുക്കുന്നു, ഇവിടെ m2 കോമൺ എടുക്കുന്നു. ബ്രാക്കറ്റ് ഇട്ടാൽ മതിയല്ലോ. m1 ഇൻറ്റു v1 മൈനസ് u1 m2 ഇൻറ്റു v2 മൈനസ് u2. ദിസ് ഇസ് ഇക്വേഷൻ നമ്പർ 3. നമുക്ക് കൈനറ്റിക് എനർജിയുടെ കൺസർവേഷൻ വെച്ചിട്ട് കിട്ടിയത് ഈ ഇക്വേഷൻ നമ്പർ 4. ഇനിയും നമ്മുടെ ജോലി ഇക്വേഷൻ നമ്പർ 4 ഡിവൈഡഡ് ബൈ ഇക്വേഷൻ നമ്പർ 3
നോക്കാം. 4 അതുപോലെ തന്നെ ന്യൂമറേറ്ററിൽ എഴുതുക. m1 ഇൻറ്റു v1 മൈനസ് u1 ഇൻറ്റു v1 പ്ലസ് u1 ബൈ അല്ലെങ്കിൽ ഈസ് ഈക്വൽ ടു m2 ഇൻറ്റു u2 മൈനസ് v2 ഇൻറ്റു u2 പ്ലസ് v2. ഇവിടെ ഡിവൈഡഡ് ബൈ m1 ഇൻറ്റു v1 മൈനസ് u1 ഇസ് ഈക്വൽ ടു m2 ഇൻറ്റു u2 മൈനസ് v2. m1 ക്യാൻസൽ ആവും, m2 ക്യാൻസൽ ആവും. v1 മൈനസ് u1 ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഉണ്ട്. u2 മൈനസ് v2 ക്യാൻസൽ ആവും. ബാക്കി വന്ന ടേംസ് മാത്രം ഒന്ന് എടുത്ത് എഴുതിക്കേ. v1 പ്ലസ് u1 ഇസ് ഈക്വൽ ടു u2 പ്ലസ് v2. This is equation number 5. Okay? ഈ 5നെ ബേസ് ചെയ്താണ് ഇനിയുള്ള ഡെറിവേഷൻസ് എല്ലാം പോകുന്നത്. ഇക്വേഷൻ നമ്പർ 5ഉം ഇക്വേഷൻ നമ്പർ 3യുമാണ് നമുക്ക് ഇനി എടുക്കുന്നത് ഏത് ഡെറിവേഷൻ ബാക്കിയുള്ള കാര്യങ്ങൾക്ക്. ഇക്വേഷൻ നമ്പർ 5 എന്ന് പറയുന്നത് നമ്മൾക്ക് ഇപ്പോൾ കിട്ടിയ ഫൈനൽ വെലോസിറ്റീസ് മാത്രമുള്ള ഇക്വേഷൻ അല്ലേ. അതേപോലെ തന്നെ ഇക്വേഷൻ നമ്പർ 3 എന്ന് പറയുന്നതോ ഇനീഷ്യൽ വെലോസിറ്റിയും ഉണ്ട്, ഫൈനൽ വെലോസിറ്റിയും ഉണ്ട്. 5ൽ നിന്ന് v2ന്റെ ഇക്വേഷൻ 3യിലിട്ടാൽ നമുക്ക് v1 ഇക്വേഷൻ കിട്ടും. അതുപോലെ തന്നെ 5ൽ നിന്ന് u2ന്റെ ഒരു ഇക്വേഷൻ എടുത്ത് ഇക്വേഷൻ നമ്പർ 3യിലിട്ടാൽ നമുക്ക് v2 ഇക്വേഷൻ കിട്ടും. ചെയ്ത് നോക്കാം. ൽ നിന്ന് v1 ഇക്വേഷൻ എടുക്കണം എന്ന് പറയുമ്പോൾ ഈ u1 അങ്ങ് അപ്പുറത്ത് പോയാൽ മതിയല്ലോ അല്ലേ. ആദ്യം നമുക്ക് നോട്ടിൽ ഞാൻ തന്നേക്കുന്നത് v2 ആണ്. അപ്പോൾ നമുക്ക് v2ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. v2 ഇക്വേഷൻ ഡിറൈവ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഈ u2നെ കൂടി ഇപ്പുറത്ത് കൊണ്ടുവന്ന് അപ്പോൾ അത് മൈനസ് ആവും. എന്താ വരുന്നത് നോക്കാം. v2 is equal to v1 plus u1 minus u2. Equation number 6. Substituting 6 in equation number 3. 3 ഓർമ്മയുണ്ടല്ലോ, അതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. നോക്കിക്കോണേ. m1 v1 minus u1 ബ്രാക്കറ്റിനകത്ത് is equal to m2 u2 minus v2. v2 എന്ന് പറയുമ്പോൾ ഇത്രയും ടേം നമ്മൾ ഇട്ട് കൊടുക്കണം. മൈനസ് ഓഫ് ആണ്. അപ്പോൾ v1 പ്ലസ് u1 മൈനസ് u2. ഇവിടെ നമുക്ക് മൈനസ് ബ്രാക്കറ്റിൻ്റെ ഉള്ളിലേക്ക് കൊടുക്കാം. ബ്രാക്കറ്റ് മാറുമ്പോൾ എന്തൊക്കെ വ്യത്യാസം വന്നേ? ഇവിടെ ഒരു മൈനസ് വന്നു, ഇവിടെ മൈനസ് വന്നു, ഇവിടെ പ്ലസ് ആയി. ഇനി m1 ബ്രാക്കറ്റിനകത്തേക്കും m2 റൈറ്റ് സൈഡിൽ ബ്രാക്കറ്റിനകത്തേക്കും കൊടുക്കാം. ബ്രാക്കറ്റ് മാറ്റുകയാണേ. നോക്കിയോ, m1 v1 മൈനസ് m1 u1. m2 എല്ലായിടത്തും വരണം അല്ലേ. m2 ഇവിടെയും m2 ഇവിടെയും m2. ഇനി എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെ ഒരു v1 ഉണ്ട്, ഇവിടെ ഒരു v1 ഉണ്ട്. എന്ത് ചെയ്യണമായിരിക്കും?
ഈ റൈറ്റ് ഹാൻഡ് സൈഡിൽ കിടക്കുന്ന -m2v1 ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് അപ്പുറത്തോട്ട് കൊണ്ടുപോകണം. ഇതിനെ അപ്പോൾ എന്ത് ചെയ്യണമായിരിക്കും? ഇപ്പുറത്തോട്ട് കൊണ്ടുവരണം. എഴുതി നോക്കാം. m1v1 ഇപ്പുറത്ത് വന്നു, പ്ലസ് m2v1 is equal to m2u2 minus m2u1 plus m2u2 and m2u2 ആയി പ്ലസ് m1u1 കോമൺ എടുത്തെഴുതാം. m1 പ്ലസ് m2 ഇൻറ്റു v1 ഇസ് ഈക്വൽ ടു, ഇത് 2 പ്രാവശ്യം ഉണ്ട് അല്ലേ, അപ്പോൾ 2 ടൈംസ് ആവും. ഇതിൽ നിന്ന് 2 എണ്ണത്തിനകത്തു നിന്നും u1 കോമൺ എടുക്കാം. m1 മൈനസ് m2 ഇൻറ്റു u1 പ്ലസ് 2m2u2. v1-നുള്ള ഇക്വേഷൻ ഇനി എഴുതിയാൽ മതി. v1-ൻ്റെ ഇക്വേഷൻ എഴുതുമ്പോൾ ബാക്കിയുള്ള ടേംസ് കൊണ്ട് അങ്ങ് ഡിവൈഡ് ചെയ്താൽ മതി. m1 മൈനസ് m2 ബൈ m1 പ്ലസ് m2 ഇൻറ്റു u1 പ്ലസ് 2m2u2 ബൈ m1 പ്ലസ് m2. ലാസ്റ്റ് ഇക്വേഷൻ 7. ഇത് നമ്മൾ v2 അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോഴാണ് കിട്ടിയത്. അതേപോലെ തന്നെ u2 എടുത്ത് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അടുത്ത വെലോസിറ്റി, അതായത് v2 വെലോസിറ്റിക്കുള്ള ഇക്വേഷൻ കിട്ടും. m2 മൈനസ് m1 ബൈ m1 പ്ലസ് m2 ഇൻറ്റു, അവിടെ u1 ആണ് വന്നതെങ്കിൽ ഇവിടെ u2 പ്ലസ് 2m1u1 ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2. ഇതേ പ്രോസസ്സ് തന്നെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് സിംപ്ലിഫൈ ചെയ്ത് വരിക. ഓക്കെ, ഇങ്ങനെയാണ് ഫൈനൽ വെലോസിറ്റിക്കുള്ള ഇക്വേഷൻ ഡിറൈവ് ചെയ്യുക. ഈ ഫൈനൽ ഇക്വേഷൻസ് നമ്മൾ അറിഞ്ഞിരിക്കണം, കാണാതെ തന്നെ അറിഞ്ഞിരിക്കണം, പ്രോബ്ലത്തിന് വേണ്ടതാണ്. അതിൻ്റെ 2 കണ്ടീഷൻസ് ഇവിടെ തന്നിട്ടുണ്ട്. ആ കണ്ടീഷൻസ് ഈ പറയുന്ന ഇക്വേഷൻസ് 7-ലും 8-ലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ കിട്ടാവുന്ന കണ്ടീഷൻസാണ്. ഓക്കെ, ഇനി ഒന്നും കൂടെ നിങ്ങൾ എഴുതി നോക്കുക, അപ്പോൾ ക്ലിയർ ആവും. താങ്ക് യു.